മലയാള സിനിമയുടെ പിതാവായ ജെ.സി. ഡാനിയലിന്റെ സ്മാരകം സാമൂഹിക വിരുദ്ധരുടെ ആക്രമണത്തിനിരയായി. നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റേഡിയത്തിൽ 3 വർഷം മുമ്പ് സ്ഥാപിച്ച സ്മാരകത്തിലെ സിനിമാ ഫിലിം പ്രതിമയാണ് തകർക്കപ്പെട്ടത്. രാത്രിയുടെ മറവിൽ ലൈറ്റുകളും പ്രതിമയുമാണ് നശിക്കപ്പെട്ടത്. രാവിലെ ഗ്രൗണ്ടിൽ എത്തിയവരാണ് ഈ നാശനഷ്ടം ആദ്യമായി കണ്ടത്. സംഭവത്തിന്റെ അന്വേഷണത്തിന് നെയ്യാറ്റിൻകര പോലീസ് തുടക്കം കുറിച്ചിരുന്നു. ആക്രമികളെ ഉടൻ തിരിച്ചറിയുമെന്നാണ് പോലീസിന്റെ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. ഡാനിയൽ സ്മാരകത്തിന് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ശക്തമായ നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്നും കുറ്റക്കാർ വേഗം പിടിയിലാവണമെന്നും നഗരസഭാ ചെയർമാൻ പി.കെ. രാജ്മോഹൻ വ്യക്തമാക്കി. അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ഫിലിം പെട്ടിയാണ് ഇന്നലെ രാത്രി ഏതോ സാമൂഹ്യ വിരുദ്ധർ എടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പും 1-2 ആവർത്തി ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഏറ്റവും കേരളത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാണ് ജെ.സി. ഡാനിയൽ. അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് നേരെ അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കാരത്തിന് യോജിച്ചതല്ല. അത്തരം ആളുകൾ അതിൽ നിന്നില്ല പിന്തിരിയണം എന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ പണി തൊട്ടടുത്ത് തന്നെ നടക്കുന്നതും ദൃശ്യ മാധ്യമങ്ങൾക്ക് കാണാം. അത്ര നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര നഗരസഭ ജെ.സി. ഡാനിയെ കാണുന്നത് എന്ന് മാത്രം ബഹുമാന്യരെ പോകും. പ്രതിമ ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ഫിലിം താഴെ തള്ളിയിട്ടിരിക്കുന്ന അവസ്ഥയിലും തൊട്ടടുത്തുള്ള ലൈറ്റും കിണറിൻ്റെ മൂടിയും മാറ്റിയ ലൈറ്റ് പൊട്ടിക്കുകയും കിണറിൻ്റെ മൂടി മാറ്റിയ അവസ്ഥയിൽ കണ്ടിരിക്കുകയാണ്. ഇത് ചില സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടമാണോ അതോ ചില കുൽസിത കക്ഷികളുടെ ശ്രമമാണോ എന്നറിയില്ല. എന്തായാലും ഇത് വളരെ ഗൗരവമായി എടുക്കുന്നു. പവിത്രമായ പ്രതിമയുടെ കയ്യിലിരുന്ന ഫിലിം താഴെ വീഴുക എന്ന് പറയുമ്പോൾ കാറ്റത്ത് വീഴുന്നു പോകത്തക്ക രീതിയിലുള്ള സാഹചര്യത്തിലല്ല അത് വച്ചിരുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് അത് വച്ചിരുന്നത്. ജെ.സി. ഡാനിയൽ മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രമായ വിഗതകുമാരൻ നിർമ്മിച്ച മലയാള സിനിമയ്ക്ക് അടിത്തറയിട്ട വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ആദരാർത്ഥമായി സ്മാരകം നശിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിനെതിരെ നാട്ടുകാരും സിനിമാ ആസ്വാദകരും ശക്തമായി പ്രതികരിക്കുകയാണ്. GTV ന്യൂസ്, നെയ്യാറ്റിൻകര.